ഫസ്റ്റ് മൂവിയിൽ എനിക്ക് ഞാൻ ആ സമയത്ത് അജുവിനെ വെച്ചിട്ട് ഉണ്ണിമൂലം എന്നുള്ള ഷോർട്ട് ഫിലിം ചെയ്ത് ദീപു പ്രദീപനാണ് എഴുതിയത്. അത് നമ്മൾ സുഹൃത്തുക്കളത്തിനകത്ത് നിന്ന് ചെയ്ത സാധനമാണ്. അപ്പോൾ അതിനകത്ത് അജു വന്നപ്പം അജുവിൻ്റെ അടുത്ത് ഈ മുദ്ദുവിൻ്റെ കഥ ആദ്യമായിട്ട് പിച്ച് ചെയ്യണം. അപ്പം അജു ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളത് എഴുതാൻ തുടങ്ങി. എഴുതിയപ്പോൾ പക്ഷേ ഒരുപാട് സമയമെടുത്ത് വന്നിട്ട് എഴുതി വന്നപ്പം അജു കുറച്ചുകൂടി വലിയൊരു ആക്ടറായിട്ട് മാറി. ആ ടീനേജിൽ നിന്ന് അജു മാറി. അപ്പോൾ അജു എന്ന് പറഞ്ഞ് ഞാൻ ചെയ്ത വർക്കാവില്ല. ഗ്യാപ്പ് ഗുണമേ ചെയ്തിട്ടുള്ളൂ. ഒന്നാമത്തേരും നമുക്ക് തിരിച്ചറിവുകളുണ്ടായി. ഒന്ന് രണ്ട് ഈ 6 വർഷം പോലും ഞാൻ അറിഞ്ഞില്ല. ഈ പറഞ്ഞ പോലെ ആദ്യത്തെ വർഷം നമ്മൾ ഇപ്പം നടക്കുന്നുകൊണ്ടിരിക്കുകയാണല്ലോ. രണ്ട് മാസം കഴിയുമ്പോൾ അടുത്ത് വീണ്ടും മാറ്റിയിരുന്നു. അതിങ്ങനെ 1 വർഷമായി, 2 വർഷമായി, 3 വർഷമായി. ലാസ്റ്റ് ഒരു 5-6 വർഷം ടൈമിലൊക്കെ എനിക്ക് ഞാൻ തിരിച്ചറിഞ്ഞത് പാളി കയ്യിൽ നിന്ന് പോയി. ഇതൊരു പ്രൊഫഷനായിട്ട് എടുക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ വേറെ പണിക്ക് വേണ്ടി വരും എന്നുള്ള പ്ലാൻ, ഒരു ടെൻഷൻ, ഡിപ്രഷനൊക്കെ ആ സമയത്തൊക്കെ വന്നു. ആ സമയത്ത് കോവിഡ് വന്നു. ഏതൊരു അപ്കമിങ് അല്ലെങ്കിൽ ഒരു ന്യൂ കമർ വരുമ്പോഴും അവരുടെ മനസ്സിൽ എൻ്റെ സിനിമ എന്നൊരു വിചാരിക്കും. ഞാൻ അവിടുന്ന് ആ പെർസ്പെക്റ്റീവ് മാറിയപ്പോഴാണ് എനിക്ക് സിനിമ കിട്ടി തുടങ്ങുന്നത്. കാര്യം അപ്പോൾ ഒരു പ്രൊഡ്യൂസർ ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ആദ്യം എനിക്ക് അയാൾക്ക് അതിനുള്ള വേറെ ഇല്ല, അല്ലെങ്കിൽ ആ ബുദ്ധി ഇല്ലെന്നായിരുന്നു ഞാൻ ആദ്യം വിചാരിച്ചിട്ടുണ്ട്. പിന്നെ മനസ്സിലല്ല, അയാൾക്കും ഇഷ്ടപ്പെടണം. അന്താക്ഷരി ആക്ച്വലി സിനിമയായിരുന്നു, ഫസ്റ്റ് സിനിമയായിരുന്നു. വളരെ കൊമേഴ്ഷ്യലൈസ്ഡ് ആയിട്ടുള്ള എല്ലാ എലിമെന്റ്സും, പാട്ടും ഫൈറ്റും ഡാൻസും ഒക്കെ ഉള്ള അങ്ങനെയൊക്കെ ഒരു സിനിമയായിരുന്നു. സീരിയസ് ആയിട്ട് എഴുതി, ഫുൾ സ്ക്രിപ്റ്റ് എഴുതി, ഒരു 6-7 മാസം എടുത്ത് എഴുതി ലോക്ക് ചെയ്ത് വായിച്ചിട്ട് ഞങ്ങൾക്ക് തന്നെ വർക്കായില്ല. ഈ പടം കാണുന്നത് നമുക്കിങ്ങനെ തോന്നി. എനിക്കിത് കാണാൻ തോന്നില്ല, പിന്നെ നാട്ടുകാരെ നിർബന്ധിച്ച് കാണിക്കാൻ പറ്റുള്ളൂ കാണണ്ടേ. അന്ന് രാത്രി നമ്മൾ ആ സ്ക്രിപ്റ്റ് മൊത്തം ഡംപ് ചെയ്തു. എന്നിട്ട് പിറ്റേ ദിവസം മുതൽ ഒന്നേന്ന് എഴുതാന്നുള്ള തീരുമാനമായി. അപ്പോൾ ഞാൻ പറഞ്ഞു, നമുക്കിത് ചെയ്യുന്നെങ്കിൽ ഇത് തിയേറ്ററിൽ വർക്കാവണം. പ്രത്യേകിച്ച് ഈ ഞങ്ങൾ ഓരോ മൂഡായിരുന്നല്ലോ, കുറച്ച് കാലം ആ റിയലിസ്റ്റിക് മൂഡ് ഉണ്ടായിരുന്നപ്പോൾ അന്താക്ഷരിയുടെ എഴുത്തിൽ അങ്ങോട്ട് മാറിയത്. അപ്പോൾ ഇനി ആളുകൾ അത് കാണാൻ താല്പര്യപ്പെടില്ലെന്ന് തോന്നി. ആ സമയത്തല്ല, നേരത്തെ തോന്നി നമുക്ക്. അപ്പം കുറച്ച് അങ്ങനെ പ്രകൃതി പടങ്ങളുടെയൊക്കെ പേരിലൊക്കെ വന്നു തുടങ്ങിയപ്പോൾ തന്നെ മനസ്സിലായി ചിലതൊന്നും വർക്കായി. പിന്നെ ഈ ഗെറ്റിംഗ് കിച്ച് ഓൾറെഡി വന്നു, നല്ല രീതിയിൽ വർക്കായി, നല്ല രസമുള്ള സിനിമയായിരുന്നു അത്. 2 ടെറൈനിൽ 2 രീതിയിലായിട്ട് പോലും ആ സബ്ജക്റ്റ് ഒരുപോലെ കണക്ട് ആവുന്നുള്ള സാധനം അവർക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പം അതൊക്കെ എന്തായാലും പ്രൊഡ്യൂസ് ചെയ്യണം എന്നുള്ള സാധനത്തിലോട്ട് അപ്പം തന്നെ എത്തിയിട്ടുണ്ടായിരുന്നു. പിന്നത് അവർ എൻ്റെ പേപ്പർ വർക്കുകൾ നടക്കുകയാണ്. അപ്പോൾ അത് റീമേക്ക് അവിടെ തന്നെ അവർ ചെയ്യുന്നതാണ്. ഞാനുണ്ടാവില്ല. കാര്യം നമുക്കിവിടെ കുറച്ച് കമ്മിറ്റ്മെൻറ്റ്സ് ഉണ്ട്. പിന്നെ അവിടെ ഓൾറെഡി ചെയ്തൊരു സിനിമ വീണ്ടും പോയി ചെയ്യുന്നതിന് ഇല്ലെങ്കിൽ വേറെ രീതിയിൽ ചെയ്യണം. അപ്പം ഞാൻ ഇപ്പം ചിലപ്പോൾ അന്താക്ഷരി ഞാൻ തമിഴ് ചെയ്യും. ഹലോ വിപിൻ, വെൽക്കം ടു ദ ഷോ. താങ്ക് യു വിവേക്. 2016 മുദ്ദുകോ എന്ന് പറഞ്ഞൊരു വളരെ ക്യൂട്ട് ഒരു സ്മോൾ ഫിലിമായിട്ടാണ് വിപിൻ വരുന്നത്. വലിയ സ്റ്റാർസ് ഒന്നുമില്ല, പക്ഷേ ഒരു ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കോൺസെപ്റ്റ് ആയിരുന്നു ആ സിനിമയുടെ. അതുവരെയുള്ള വിപിൻ്റെ ജേർണി എന്ന് പറയുന്നത് എപ്പോൾ മുതലാണ് ഈ ഒരു സിനിമ എന്നുള്ളൊരു ആഗ്രഹം മനസ്സിൽ തോന്നി തുടങ്ങിയത്? സത്യം പറഞ്ഞാൽ എനിക്ക് ഓർമ്മയില്ല. അതാണ് സത്യം. നമുക്കിത് ഗ്രാജുവലി കുഞ്ഞു എലമെൻസിലല്ലേ കയറി വരും. നമുക്ക് ഒരു ഇന്ന പോയിന്റ് എന്ന് പറഞ്ഞാൽ എനിക്കറിയില്ല. കുഞ്ഞിലേ ഉണ്ടാവും എവിടെയെങ്കിലുമൊക്കെ. അങ്ങനെ വന്ന് ഒരു ടൈമിൽ നമ്മളത് തിരിച്ചറിയുന്നത്, നമുക്ക് സിനിമകൾ കാണുമ്പോൾ വർക്കാവുന്നില്ല എന്നൊക്കെ തോന്നുമ്പം എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല, ഇതിനും ബെറ്ററായിട്ട് ചെയ്യാമെന്നൊക്കെ എവിടേക്ക് തോന്നും. അപ്പോൾ ചിലപ്പോൾ അഹങ്കാരമായിട്ടൊക്കെ തോന്നിയിട്ടുണ്ടാവും അത്. അപ്പോൾ അത് തോന്നി പിന്നെ ഷോർട്ട് ഫിലിം എടുക്കാം. അങ്ങനെ ഓരോരോ സ്റ്റെപ്പിൽ നമ്മൾ തിരിച്ചറിയാണല്ലോ. ഷോർട്ട് ഫിലിം എടുക്കുമ്പോഴാണ് മനസ്സിലായത് ഇതൊന്നുള്ള പരിപാടി, പിന്നെ അടുത്ത റേഞ്ചിലോട്ട് പോകണം പരിപാടി. അങ്ങനെ ഓരോ സാധനത്തിലും കയറി വന്ന് എവിടെയോ ഒരു സമയത്താണ് നമുക്ക് സിനിമ എന്നുള്ള നമ്മുടെ ഒരു പ്രൊഫഷനായിട്ടോ അല്ലെങ്കിൽ നമ്മുടെ ലൈഫിൻ്റെ ഭാഗമായിട്ട് നമ്മൾ മാറുന്നത് എവിടെയാന്ന് പോലും തിരിച്ചറിയാൻ പറ്റിയിട്ടില്ല. അപ്പോൾ അതിനുള്ളിൽ പല ജോലികൾ ചെയ്തിട്ടുണ്ട്. പക്ഷെ അത് ലാസ്റ്റ് ഈ പറഞ്ഞ പോലെ നമ്മൾ കറങ്ങി തിരിഞ്ഞ് ഇതിൽ തന്നെ എത്തും എന്നുള്ളതാണ്, എൻ്റെ അടുത്തെത്തും എന്നുള്ളതാണ്. അപ്പോൾ ആദ്യത്തെ സിനിമ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അധികം സ്റ്റാർസ് ഒന്നുമില്ല. അപ്പോൾ അത് മൗണ്ട് ചെയ്തെടുക്കാൻ, ആ ഒരു സിനിമ സെറ്റപ്പ് ചെയ്തെടുക്കാൻ എത്രത്തോളം ചാലഞ്ചിങ് ആയിരുന്നു ആ സമയത്ത്? ഫസ്റ്റ് മൂവി മൗണ്ട് ചെയ്യാൻ വലിയ പാടുണ്ടായിരുന്നില്ലെന്ന് എനിക്ക് തോന്നുന്നു കമ്പാരിറ്റീവ്ലി സെക്കൻഡ് മൂവി. കാര്യം ഫസ്റ്റ് മൂവിയിൽ എനിക്ക് ഞാൻ ആ സമയത്ത് അജുവിനെ വെച്ചിട്ട് ഉണ്ണിമൂലം എന്നുള്ള ഷോർട്ട് ഫിലിം ചെയ്ത് ദീപു പ്രദീപനാണ് എഴുതിയത്. അത് നമ്മൾ സുഹൃത്തുക്കളത്തിനകത്ത് നിന്ന് ചെയ്ത സാധനമാണ്. അപ്പോൾ അതിനകത്ത് അജു വന്നപ്പം അജുവിൻ്റെ അടുത്ത് ഈ മുദ്ദുവിൻ്റെ കഥ ആദ്യമായിട്ട് പിച്ച് ചെയ്യണം. അപ്പം അജു ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളത് എഴുതാൻ തുടങ്ങി. എഴുതിയപ്പോൾ പക്ഷേ ഒരുപാട് സമയമെടുത്ത് വന്നിട്ട് എഴുതി വന്നപ്പം അജു കുറച്ചുകൂടി വലിയൊരു ആക്ടറായിട്ട് മാറി. ആ ടീനേജിൽ നിന്ന് അജു മാറി. അപ്പോൾ അജു എന്ന് പറഞ്ഞ് ഞാൻ ചെയ്ത വർക്കാവില്ല. അങ്ങനെ അജു ലീഡായിട്ടാണ് പ്ലാൻ ചെയ്യുക. അപ്പോൾ അജു തന്നെയാണ് എൻ്റെ അടുത്ത് ഫ്രൈഡേ ഫിലിം ഹൗസിൽ പോയിട്ട് വിജയേട്ടൻ്റെ അടുത്ത് പറയാം എന്നുള്ള മൂട്ടിൽ എന്നെ പറഞ്ഞത്. അപ്പം ഞാൻ അപ്പോഴും അജുവാണ് ഹീറോ എങ്കിലും ഇപ്പുറത്തെ വിജയബാബു എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. അപ്പോൾ എന്നാൽ നേരെ വിജയബാബുവിൻ്റെ അടുത്ത് പോകാം, പുള്ളി ഒരു ഡിസിഷൻ എടുക്കട്ടെ എന്നുള്ള മൂട്ടിലായിരുന്നു. അപ്പോൾ അജു വിളിച്ച് പറഞ്ഞുകൊണ്ട് വിജയബാബു കേട്ടു. പിന്നെ ആ ഷോർട്ട് ഫിലിം അപ്പോൾ അവർ കണ്ടിട്ടുണ്ടായിരുന്നു. ആ ഫസ്റ്റ് മീറ്റിംഗ് തന്നെ ഞാൻ ത്രൂ ഔട്ട് ഫുൾ നറേറ്റ് ചെയ്ത് പുള്ളിക്ക് കഥ കൃത്യമായിട്ട്. അപ്പം പുള്ളിക്ക് അത് അപ്പം തന്നെ വർക്കായി. പിന്നെ സിനിമയായി വരാൻ ഒരു 2 വർഷം വീണ്ടും എടുത്തെങ്കിലും പക്ഷെ അവർ കൂടെ നിന്ന് അത് സാധനം ഫിനിഷായി. പക്ഷെ സെക്കൻഡ് മൂവി ചെയ്യാനായിരുന്നു സമയം എടുത്തത്.
ഒരു വലിയ വലിയ ഗ്യാപ്പായിരുന്നു. ഗ്യാപ്പായിരുന്നു. ഫ്രസ്ട്രേറ്റിംഗ് ആയിരിക്കുമല്ലോ ഒരു അത്രയും വലിയൊരു കാത്തിരിപ്പ്. പക്ഷെ അത് കഴിഞ്ഞിട്ട് വന്നപ്പോൾ 2 പടങ്ങൾ ഒരുമിച്ച് ഒരേ കൊല്ലം റിലീസാവുന്നു, രണ്ടും വളരെയധികം നല്ല അഭിപ്രായം കിട്ടുന്നു, ഒരെണ്ണം ബ്ലോക്ക് ബസ്റ്റർ ആവുന്നു. അപ്പോൾ ആ ഒരു പക്ഷെ തിരിഞ്ഞു നോക്കുമ്പോൾ ആ ഒരു ഗ്യാപ്പ് എന്താണ് ഇപ്പോൾ അതിനെ പറ്റിയുള്ളൊരു ഓർമ്മ? ഗ്യാപ്പ് ഗുണമേ ചെയ്തിട്ടുള്ളൂ. ഒന്നാമത്തേരും നമുക്ക് തിരിച്ചറിവുകളുണ്ടായി വന്ന്. 2 ഈ 6 വർഷം പോലും ഞാൻ അറിഞ്ഞില്ല ഈ പറഞ്ഞ പോലെ. ആദ്യത്തെ വർഷം നമ്മൾ ഇപ്പം നടക്കുന്നുകൊണ്ടിരിക്കുകയാണല്ലോ. 2 മാസം കഴിയുമ്പോൾ അടുത്ത് വീണ്ടും മാറ്റിയിരുന്നു. അതിങ്ങനെ 1 വർഷമായി, 2 വർഷമായി, 3 വർഷമായി. ലാസ്റ്റ് ഒരു 5-6 വർഷം ടൈമിലൊക്കെ എനിക്ക് ഞാൻ തിരിച്ചറിഞ്ഞത് പാളി കയ്യിൽ നിന്ന് പോയി, ഇതൊരു പ്രൊഫഷനായിട്ട് എടുക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ വേറെ പണിക്ക് വേണ്ടി വരും എന്നുള്ള പ്ലാൻ. ഒരു ടെൻഷൻ, ഡിപ്രഷനൊക്കെ ആ സമയത്തൊക്കെ വന്നു. ആ സമയത്ത് കോവിഡ് വന്നു. അപ്പോൾ കോവിഡ് അതിൻ്റെ എൻഡിലാണ് കോവിഡ് വരുന്നത്. അപ്പോൾ അതുവരെ ഈ വർക്ക് എന്നുള്ളൊരു പരിപാടി ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഈ അന്താക്ഷരി ചെയ്യുമ്പോൾ തന്നെ അത് ഇറങ്ങുമ്പോൾ തന്നെ അടുത്ത പടം ചെയ്യാനുള്ള കാര്യം, ഈ 4-5 വർഷം ഞാൻ ഇരുന്ന് എഴുതിയ എല്ലാ പടങ്ങളും എൻ്റെ കയ്യിലുണ്ട്, ഇപ്പോഴും ഉണ്ട്. ഞാനിപ്പോൾ ചെയ്യുന്ന ബാക്ക് ടു ബാക്ക് ചെയ്യുന്ന എല്ലാ പടങ്ങളും ആ സമയത്ത് എഴുതിയതാണ്. അപ്പം അതൊരു ഇപ്പം നോക്കുമ്പോൾ അതൊരു അഡ്വാൻറ്റേജ് ആയിട്ട് തോന്നുന്നു. പടം പെട്ടെന്ന് ചെയ്യാനുള്ള സാധനങ്ങൾ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സമയം ഞാൻ യൂട്ടിലൈസ് ചെയ്തെന്ന് ഇപ്പം എനിക്ക് തോന്നുന്നു. അപ്പോഴും ഞാൻ ഡിപ്രഷൻ അടിച്ചിരുന്നില്ല എന്നുള്ളതാണ്. ആ ഒരു എസ്പെഷ്യലി ആദ്യം 4 വർഷമൊക്കെ. അപ്പോഴും ഞാൻ ഓരോ സിനിമ ബ്രേക്ക് ആകുമ്പോൾ അല്ലെങ്കിൽ ബ്ലോക്ക് ആകുമ്പോൾ വെരി നെക്സ്റ്റ് ഞാൻ അടുത്ത കഥയായിട്ട് വരും. എന്നിട്ട് വീണ്ടും അതിൽ വർക്ക് ചെയ്യാൻ തുടങ്ങും. അപ്പം ഒരു ദിവസം പോലും ഇത് വിട്ട് കളയണം എന്നുള്ള രീതിയിൽ വർക്ക് ചെയ്തിട്ടില്ല. അപ്പം അത് ഈ പറഞ്ഞ ആദ്യമൊക്കെ വിചാരിച്ചിരുന്നത് ഇത് പ്രൊഡ്യൂസർക്ക് വർക്കാവുന്നില്ല, അല്ലെങ്കിൽ ആക്ടേഴ്സിന് വർക്കാവുന്നില്ല എന്നൊരു മൂഡിലായിരുന്നു. പിന്നെ ഞാൻ തിരിച്ചറിഞ്ഞത് ഇത് അവർക്കും വർക്കാവണം. ഇത് സിനിമാക്കാർക്ക് മാത്രമല്ല, സാധാരണക്കാർക്ക് മനസ്സിലാവണം, ആക്ടറിന് വർക്കാവണം, പ്രൊഡ്യൂസർക്ക് വർക്കാവണം, എല്ലാവർക്കും വർക്കായി ഇത് പ്രോജക്റ്റ് ആവണം. ഞാനൊരു പോയിന്റിലേക്ക് എത്തിയപ്പോൾ ലാസ്റ്റൊക്കെ ഇത് തിരിച്ചറിയും. അങ്ങനെയാണത് എനിക്കൊന്ന് സിനിമ ഉണ്ടാവാൻ തുടങ്ങുന്ന അവിടെ നിന്നാണ്. അതുവരെ എനിക്കിഷ്ടമുള്ള സിനിമ ഇപ്പം ഏതൊരു അപ്കമിങ് അല്ലെങ്കിൽ ഒരു ന്യൂ കമർ വരുമ്പോഴും അവരുടെ മനസ്സിൽ എൻ്റെ സിനിമ എന്നൊരു വിചാരിക്കും. ഞാൻ അവിടുന്ന് ആ പെർസ്പെക്റ്റീവ് മാറിയപ്പോഴാണ് എനിക്ക് സിനിമ കിട്ടി തുടങ്ങുന്നത്. കാര്യം അപ്പോൾ ഒരു പ്രൊഡ്യൂസർ ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ആദ്യം എനിക്ക് അയാൾക്ക് അതിനുള്ള വേറെ ഇല്ല, അല്ലെങ്കിൽ ആ ബുദ്ധി ഇല്ലെന്ന കാര്യം ഞാൻ ആദ്യം വിചാരിച്ചിട്ടുണ്ട്. പിന്നെ മനസ്സിലല്ല, അയാൾക്കും ഇഷ്ടപ്പെടണം, അയാളെ ഇഷ്ടപ്പെടുത്തണം എന്നുള്ള ഒരു തോട്ടിലോട്ട് ഞാൻ വന്നു. ഇപ്പോൾ ഒരു ആക്ടറെ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അയാൾക്കും ഇഷ്ടപ്പെടണം. അപ്പം നമ്മൾ റാൻഡം കേസിലെടുത്ത് പറയുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ അത്രയും നമ്മുടെ സിനിമ നോളജ് ബന്ധമില്ലാത്തടുത്ത് പറയുമ്പോഴും അവർ ഇഷ്ടപ്പെട്ടില്ലെന്ന് പറയുമ്പം അസിസ്റ്റൻസോ അല്ലെങ്കിൽ കോറൈറ്റേഴ്സ് പറഞ്ഞില്ല, അത് ചിലപ്പോൾ ആൾക്ക് ആ സിനിമയുടെ വിഷ്വലൈസ് ചെയ്യാൻ പറ്റാത്തതുണ്ടായി നമ്മളില്ല. അയാൾക്കും വർക്കാവണം. ചിലപ്പം നമ്മൾ ഇപ്പോൾ എടുത്തു പോയി കഥ പറഞ്ഞപ്പോൾ ഒരാൾ ഉച്ചയാണ്ട് കഥയിട്ട് ഉച്ചയ്ക്കിരുന്ന് ഉറങ്ങി, കഥ കേട്ടുകൊണ്ടിരുന്ന് ഉറങ്ങി. അപ്പം അത് ഉച്ചയ്ക്ക് ബിരിയാണി കഴിച്ചുകൊണ്ട് ഉറങ്ങി എന്നുള്ളതായിരുന്നു ആദ്യത്തെ ഒരു കോൺസെപ്റ്റ്. പിന്നെ ഇല്ലല്ല, ബിരിയാണി കഴിച്ചിട്ടും ആളുകൾ സിനിമയ്ക്ക് വരുമല്ലോ 2.5 ഷോയ്ക്ക്. അപ്പോൾ അവർ ഉറങ്ങാൻ പാടില്ലല്ലോ, എ സിയിലും കൂടെ ഇരിക്കുന്നത്. അപ്പോൾ അവർ ഉറങ്ങാൻ പാടില്ല. അപ്പോൾ അങ്ങനെ ആ ഒരു POV ചേഞ്ച് ചെയ്യുമ്പോൾ തന്നെയാണ് സിനിമ മാറി, അല്ലെങ്കിൽ സിനിമ കിട്ടാൻ തുടങ്ങിയത്, ആളുകൾ ഇഷ്ടപ്പെടുത്താൻ തുടങ്ങി. അത് എൻ്റെ ഒരു മാറ്റം ഈ 6 വർഷത്തിലുണ്ടായത് അതായിരിക്കും ചിലപ്പോൾ മെയിൻ മാറ്റം. ഇപ്പം ഞാൻ കേട്ടതാണ്, ശരിയാണോ എന്നറിയില്ല, അന്താക്ഷരി ആദ്യം ഒരു വെബ് സീരീസ് പോലെയാണ് പ്ലാൻ ചെയ്തത്, പിന്നെ അതൊരു സിനിമയായി വന്നു എന്നൊക്കെയാണ്. എത്രത്തോളം ശരിയാണെന്ന് എനിക്കറിയില്ല. അപ്പം അങ്ങനെ ആയിരുന്നു അത്? അങ്ങനെ അന്താക്ഷരി ആക്ച്വലി സിനിമയായിരുന്നു, ഫസ്റ്റ് സിനിമയായിരുന്നു. വളരെ കൊമേഴ്ഷ്യലൈസ്ഡ് ആയിട്ടുള്ള എല്ലാ എലിമെന്റ്സും, പാട്ടും ഫൈറ്റും ഡാൻസും ഒക്കെ ഉള്ള അങ്ങനെയൊക്കെ ഒരു സിനിമയായിരുന്നു. ഭയങ്കര സിനിമയായിരുന്നു. അപ്പോൾ അത് ഭയങ്കര രസമുള്ളൊരു ആ മൂഡിലുള്ള സിനിമയായിരുന്നു. അപ്പം ആ സമയത്താണ് രാക്ഷസൻ വരുന്നത്. അപ്പോൾ രാക്ഷസത്തിന്റെ ഒരു മൂഡിലൊക്കെ കുറെ പോകുന്നുണ്ടായിരുന്നു പടത്തിൽ. അപ്പം അതിൽ രാക്ഷസൻ ഭയങ്കര ഇഷ്ടപ്പെട്ടു, കുറ്റം പറയില്ല, എന്നെ ഭയങ്കര ഇഷ്ടപ്പെട്ടു എനിക്ക്. അപ്പം അന്താക്ഷരി ചെയ്യണമെങ്കിൽ അതിന്റെ മേളിൽ ചെയ്യണം. അപ്പോൾ എന്തായാലും അന്താക്ഷരി അതിന്റെ മേളിൽ പോകുന്നത് എനിക്ക് ഉറപ്പായി, ആ സമയത്ത് തന്നെ ഉറപ്പായി. അതായത് അതിന്റെ മേളിൽ ചെയ്യാൻ പറ്റില്ല, അത് അത്രയും ബ്രില്യൻ്റ് അവർ എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മൾ ഓപ്പോസിറ്റ് ഒരു സാധനം വരുമ്പോൾ നമ്മൾ തന്നെ എന്താ പറയുക, കുറ്റം പറയുകയോ അല്ലെങ്കിൽ മാറി നിൽക്കുകയോ ചെയ്യുന്നത്, അതിനെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യണം. നമ്മൾ അതിൽ നിന്ന് എങ്ങനെ ബെറ്റർ ആക്കാന്നുള്ള ശ്രമം ഞാൻ ആ സമയത്ത് ഉണ്ടായി. അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ചത് ഈ റൂട്ടിൽ പോയി ഇനി വർക്കാവില്ല. അപ്പോൾ അത് മാറ്റി എന്താ പറയുക, അടുത്ത റൂട്ടിലോട്ട് എന്നുള്ള രീതിയിലാണ് ഈ അന്താക്ഷരി സ്ലോ പേസിലോട്ട് ഞാൻ ആലോചിച്ചു. അപ്പോൾ റിയലിസ്റ്റിക് പടങ്ങളൊരു സ്പേസ് വന്നു തുടങ്ങി. അപ്പോൾ അതങ്ങനെ എഴുതാമെന്നുള്ള പ്ലാൻ വന്നപ്പം വെബ് സീരീസിൻ്റെ ഒരു സ്പേസിലോട്ട് എത്തി. ഇതെല്ലാം വർഷങ്ങളാണ് കേട്ടോ, ഈ പറഞ്ഞ വാക്കുകളൊക്കെ ഓരോ വാക്കിന് ഓരോ വർഷമുണ്ട്. അപ്പം അതങ്ങനെ മാറ്റി പിന്നെ വെബ് സീരീസിന് വേണ്ടി എഴുതി. ഒരു ഡ്രാഫ്റ്റ് എഴുതിയിട്ട് നമ്മൾ സബ്മിറ്റ് ചെയ്യാൻ നോക്കിയിട്ട് നടന്നില്ല. പിന്നെ നമ്മൾ തന്നെ ഷൂട്ട് ചെയ്തു. ഷൂട്ട് ചെയ്യുമ്പോൾ തന്നെ മനസ്സിൽ പ്ലാൻ ഉണ്ട്, ഒന്ന് വെബ് സീരീസായിട്ടും ഒരു സിനിമയായിട്ടും പ്രസന്റ് ചെയ്യണം. അപ്പം 2 രീതിയിൽ അത് ഷൂട്ട് ചെയ്യുന്നുണ്ട്. ചില ഏരിയയിൽ മാത്രമേ നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടായുള്ളൂ. ബാക്കി എല്ലായിടത്തും നമ്മൾ ഇപ്പം എന്താ പറയുക, ഷൈജു കുറുപ്പും സുധീകൊപ്പയും കോട്ടയം രമേശനുള്ള ആ പോലീസ് സ്റ്റേഷൻ ഒരു ട്രാക്കുണ്ട് മൊത്തത്തിൽ. അവരുടെ ഒരു കാസ്റ്റ് ഇഷ്യൂസ്, ഹൈറാർക്കി ഇഷ്യൂസ് ഒക്കെ വെച്ചിട്ടൊരു നല്ല രീതിയിലൊരു ട്രാക്ക് പോകുന്നുണ്ട്. അത് സിനിമയിൽ ഒരിടത്തുമില്ല. അതെനിക്കൊന്ന് പലരും കണ്ട് വെബ് സീരീസ് ഉള്ളവർക്കെല്ലാം ആ ട്രാക്ക് ഭയങ്കര ഇഷ്ടം. അതിനൊരു സിനിമയായിട്ട് ചെയ്യാന്ന് പറഞ്ഞു ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു
ട്രാക്ക് അങ്ങനെ പോയിട്ടുണ്ട്. പിന്നെ ഈ ഒരു പയ്യനും പെൺകുട്ടി ഉണ്ടായിരുന്നു, അവരുടെ ട്രാക്ക് വേറെ രീതിയിൽ പോകുന്നുണ്ട്. അവൻ്റെ ലൈഫ്, അവൻ്റെ മ്യൂസിക്കൽ ലൈഫിനെ കുറിച്ചും അവൻ്റെ ഫ്രണ്ട്സിനെ കുറിച്ചും അങ്ങനെ പോകുന്നുണ്ട് ട്രാക്ക്. അപ്പം പിന്നെ ഈ നമ്മുടെ ഫ്ലാഷ് ബാക്കിൽ ഭയങ്കര ഒരു ട്രാക്ക് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് പോകുന്നുണ്ടായിരുന്നു. അപ്പം അങ്ങനത്തെ കുറച്ച്, പിന്നെ പ്രിയങ്കയുടെ ഹോസ്പിറ്റൽ സീൻസ് അതൊരു നല്ല ഡീറ്റെയിൽ സാധനം ഉണ്ടായിരുന്നു. അപ്പം ഇതൊക്കെ അങ്ങനത്തെ സ്ട്രീമിലാണ് ഇത് വർക്ക് ചെയ്തിരുന്നത്. കോർ കണ്ടന്റിൽ വലിയ മാറ്റമൊന്നുമില്ല. ഇതിന്റെ ഇടയിൽ വരുന്ന സബ്പ്ലോട്ട്സിലാണ് നമ്മൾ കൂടുതൽ വർക്ക് ചെയ്തത്. അപ്പം ചിലപ്പോൾ സമയത്ത് ആ സിറ്റുവേഷനിൽ നമ്മൾ പുതിയ സീൻ ഉണ്ടാക്കിയിട്ടുണ്ടാവും. ചിലപ്പോൾ നേരത്തെ എഴുതിയ സീൻ ഉണ്ടാവും, ചിലപ്പോൾ ഒരു പുതിയ സീൻ ഉണ്ടാകും. ഇപ്പം നമ്മൾ ഈ ഇപ്പോൾ ഹോസ്പിറ്റലാണെങ്കിൽ നമ്മൾ 2 ദിവസത്തേക്ക് ഹോസ്പിറ്റലിൽ ബ്ലോക്ക് ചെയ്തിരിക്കുക. അപ്പോൾ 2 ദിവസത്തേക്ക് എനിക്ക് ഷൂട്ട് ചെയ്യാൻ 1/2 ദിവസത്തെ സാധനമേ ഉള്ളൂ. പക്ഷെ 1.5 ദിവസം നമ്മൾ ഇങ്ങനെ അവിടെ ഇരുന്നിട്ട് ഹോസ്പിറ്റലിൻ്റെ അറ്റ്മോസ്ഫിയർ കാണുമ്പോൾ ഇവിടെ ഇങ്ങനെ സീൻ ഉണ്ടാക്കാം, ഇവിടെ ഇങ്ങനെ സീൻ ഉണ്ടാക്കാന്ന് വെച്ചിട്ട് ഇംപ്രവൈസ് ചെയ്ത് ആ 2 ദിവസം കൊണ്ട് നമ്മൾ കുറച്ച് സീൻസ് ഉണ്ടാക്കി ഈ സിനിമയായിട്ട് കണക്ട് ചെയ്യും. അങ്ങനൊരു പ്രോസസ്സ് അതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതാണ് അതിനകത്ത് മാറിപ്പോയത്. പിന്നെ ഇപ്പം അന്താക്ഷരി കാണുമ്പോൾ നിങ്ങൾക്ക് കുറേ മിസ്സിങ് പാർട്സ് ഉണ്ടെങ്കിൽ അത് പ്യൂർലി സെൻസറിന് വേണ്ടി പോയപ്പോൾ മിസ് ചെയ്ത കുറേ സാധനങ്ങൾ, അത് ഈ പിന്നെ ഓഡിയൻസിന് ചിലപ്പോൾ അത് ഡൈജസ്റ്റ് ആവില്ല എന്ന് വിചാരിച്ചത്. പിന്നെ സിനിമ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ കട്ട് ചെയ്ത് കണ്ടിട്ട് ഞങ്ങൾക്കുള്ള പേര് ഇത് ആൾക്ക് ലാഗ് അടിക്കുമോ എന്ന് വെച്ചിട്ട് നമ്മൾ കുറേ സാധനങ്ങൾ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അതും അതിൻ്റെ ഒരു ഘടകമായിരുന്നു. ഇപ്പം അല്ലെങ്കിൽ ഒരു 2 മണിക്കൂർ ഒരു 15 മിനിറ്റൊക്കെ പടം സുഖമായിട്ട് പോയിരുന്നു, 15-20 ഒക്കെ പോവായിരുന്നു. പക്ഷെ ഞങ്ങളുടെ പേടി 2 മണിക്കൂർ തന്നെ നിർത്തണം, ഇല്ലെങ്കിൽ ആളുകൾ ബോറടിച്ച്. പക്ഷെ എങ്ങനെയായിരുന്നു ഇത് ചുരുക്കുക എന്നുള്ളൊരു പ്രോസസ്സ് ഈ എഡിറ്റിംഗിൽ വരുമ്പോൾ? ഇതൊരു വേറെ ലോങ് ഫോമാറ്റിൽ നിന്ന് ഒരു ചെറിയ ഫോമാറ്റിലേക്ക് വരുമ്പോൾ രണ്ടും പാരലി നടക്കുകയായിരുന്നു ഒരേ സമയത്ത്? അല്ല, ആദ്യം ഞാൻ സീരീസ് ചെയ്തു. ഫസ്റ്റ് സീരീസ് എഡിറ്റ് ചെയ്ത് മൊത്തം പാക്ക് ചെയ്തിട്ട് ഇപ്പോൾ ജോൺകുട്ടിയാണ് എഡിറ്റർ. അപ്പം നമ്മൾ നല്ലൊരു ഡിസ്കഷൻ അതിനകത്തുണ്ട്. അത് ഫുൾ ചെയ്തിട്ട് ഇപ്പം നമ്മൾ സിനിമയുടെ സ്പീഡൊന്നും മാറ്റിയിട്ടില്ല, കട്ട്സിൽ സ്പീഡൊന്നും കൂട്ടിയിട്ടൊന്നുമില്ല. സത്യമാണ്. നമുക്ക് അതിൽ നിന്ന് ഷോർട്സിൽ റിമൂവ് ചെയ്യും. അപ്പോൾ നമ്മളൊരു ഒരു ഒരു റൂമിൽ ഇപ്പം നമ്മൾ 2 പേരും ഇരിക്കുന്ന ഈ സീനാണെങ്കിൽ ഇതിനകത്തൊരു 5 ഷോട്ട് ഉണ്ടെങ്കിൽ ഞങ്ങളത് 2 ഷോട്ടിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ നോക്കുന്നുണ്ടായിരുന്നു സീരീസിലൊക്കെ. ചിലപ്പോൾ സിനിമയിലത് 3 ഷോട്ടാക്കി അങ്ങനെയൊക്കെ വെച്ചിട്ട് 5 ഷോട്ട് നമ്മൾ എടുത്തിട്ടുണ്ടാവും. എന്നിട്ട് നമ്മൾ ഫൈനൽ കട്ടിൽ ഈ ഷോട്ടിൽ റിമൂവ് ചെയ്യാൻ തുടങ്ങി, ഫുൾ താളത്തിൽ റിമൂവ് ചെയ്യാൻ തുടങ്ങി. അതായത് ഒരു സീനിൽ 5 ഷോട്ടും മറ്റേ സീനിൽ 15 ഷോട്ടും അങ്ങനെയില്ല, എല്ലാവരും 5-നും 7-നും ഇടയിൽ ഷോട്ടിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ സിനിമ ഒരേ ഫ്ലോയിൽ പോയി. കാണുമ്പോൾ നമ്മൾ കണ്ട് വീണ്ടും വെറുതെ ഇരുന്ന് കാണുമ്പോൾ എവിടെയോ ഒരു സാധനം ഭയങ്കര ഹറിബറി ഫീൽ ചെയ്യും. അപ്പോൾ നമുക്ക് അവിടെ ഷോർട്ട്സ് കൂട്ടാണ്, വീണ്ടും അതിരുന്ന് ആലോചിച്ചിട്ട് അതിൽ നിന്ന് ഷോട്ട് ഇങ്ങനെ ചീട്ടെടുക്കുന്ന പോലെ നമ്മൾ അതൊക്കെ ഈ ഷോട്ട് അങ്ങ് മാറ്റി ഇങ്ങനെ ഉണ്ടാവും എന്നിട്ട് അങ്ങനെ എടുത്ത് മാറ്റും. അത് ജോണേനും പുതിയൊരു എക്സ്പീരിയൻസ് ആണ്, എനിക്കും പുതിയൊരു പരിപാടി ചെയ്ത് കേട്ടിട്ടില്ല. അപ്പോൾ നമ്മളങ്ങനെ എടുത്ത് മാറ്റിയിട്ട് ബാലൻസ് ചെയ്യും. വീണ്ടും 2 ദിവസം കഴിഞ്ഞിട്ട് വീണ്ടും കാണുമ്പോൾ ബാലൻസ് ആണ്. ആ ഒരു എന്താ പറയുക, നമ്മളൊരു ശരിക്കും കുക്ക് ചെയ്യുന്ന ഫീലായിരുന്നു. ഒരു ഫ്ലേവറും മേളി വരാൻ പാടില്ല എന്നുള്ള സാധനത്തിൽ അങ്ങനെ എടുത്തെടുത്ത് മാറ്റി ഒരു സ്പീഡ് ഉണ്ടാക്കിയെടുത്തു. അങ്ങനെ ഉണ്ടാക്കിയൊരു സിനിമയാണത്. അപ്പോൾ അതിൻ്റെ ഒരു മൂഡ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. സീരീസിൽ അങ്ങനെയല്ലായിരുന്നു. സീരീസിൽ ഇഷ്ടം പോലെ ഞാൻ സബ് പ്ലോട്ട്സുകളുണ്ടായിരുന്നു, സബ് ക്യാരക്ടേഴ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ കുറച്ച് ഇൻവോൾവ് ചെയ്ത് പോയിട്ടുള്ളൂ. മെയിൻ കണ്ടന്റ് സിനിമയുടെ കണ്ടന്റ് തന്നെയായിരുന്നു. അപ്പോൾ ബാക്കി പോർഷൻസ് എപ്പോഴെങ്കിലും നമുക്ക് കാണാൻ പറ്റുമോ അങ്ങനെ എന്തെങ്കിലും? സോണിയിൽ മേടിച്ചതുകൊണ്ട് അതെനിക്ക് അറിയില്ല. പക്ഷെ എന്നാലും സിനിമയാണ്. ഇപ്പം എനിക്ക് തോന്നുന്നു സീരീസിലാണെങ്കിൽ കുറച്ചുകൂടെ വലിയാണ് സാധാരണ. നമ്മുടെ ഈ സബ്പ്ലോട്ട്സ് ആവശ്യമില്ലല്ലോ. ഞാൻ പറയും ഒരു 10 മിനിറ്റ് കൂടെ ആഡ് ചെയ്യായിരുന്നു, കുറച്ചുകൂടെ ക്ലാരിറ്റി വരുന്നത്. ഈ പ്രത്യേകിച്ച് ആ പെൺകുട്ടിയുടെ ലൈഫിൻ്റെയൊക്കെ കുറച്ച് ക്ലാരിറ്റി വരുത്താൻ ആൾക്ക് ആ കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. പിന്നെ കുറേ സ്പൂൺ ഫീഡ് ഇല്ല, ഈ പീഡോഫീലിയെ കുറിച്ചൊന്നും സ്പൂൺ ഫീഡ് കൊടുത്തിട്ടില്ല. അപ്പം അതും ആളുകൾക്ക് കൺഫ്യൂഷൻ ഉണ്ടായി. അപ്പം അതുകൊണ്ട് മാത്രമാണ്, ഇല്ലെങ്കിൽ ആ 15 മിനിറ്റ് കൂടെ വെച്ചിട്ട് സിനിമ കുറച്ച് സേഫ് ആയിരുന്നു തോന്നുന്നു. ഇതിന്റെ പാരലി തന്നെ ജയ എഴുതി കഴിഞ്ഞിരുന്നു ആ സമയത്ത്? ഇല്ല, ജയ ഉണ്ടാവുന്നത് ശരിക്കും ഉണ്ടാവുന്നത് ഇതും നമ്മളെ റിയൽ ലൈഫിൽ ആൾക്കാരെ ഇടയിൽ നിന്ന് ഞാൻ കളക്ട് ചെയ്യുന്നുണ്ട് മനസ്സിൽ നിന്ന്. പക്ഷെ അപ്പോഴും ഒരു ഫീമെയിൽ ഓറിയൻറ്റഡ് പടം നിൽക്കുമോ ചെയ്യാൻ പറ്റുമെന്നൊന്നും അറിയില്ല. ആ സമയത്ത് ഈ നമ്മുടെ അന്താക്ഷരി ടൈമിൽ ബോബൻ സാമുവലും വൈഫും നമ്മളുടെ കുറേ സീൻസ് ഉണ്ടാകും. അത് നമ്മൾ ഈ പറഞ്ഞ 2-3 ദിവസത്തേക്ക് ആ വീട് എടുത്തിട്ട് അപ്പം നമ്മൾ സീൻ എഴുതുമായിരുന്നു. അവിടെ എത്ര എടുത്തും തീരുന്നില്ല. അപ്പം നമുക്ക് ഭയങ്കര രസമായിട്ട് തോന്നി. ആ വീടിനകത്ത് ഷൂട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഭയങ്കര രസമായിട്ട് തോന്നി. ഈവൻ ക്രൂവിനായാലും കാസ്റ്റിനായാലും ഭയങ്കര രസം തോന്നി. അതായത് ഇപ്പം അതിൽ ബെൽറ്റ് എടുക്കുന്നൊരു സീനൊക്കെ ഉണ്ടല്ലോ, ഒന്നും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നില്ല. ആ ബെൽറ്റ് എടുക്കുമ്പോൾ ഉണ്ടാകുന്ന സൗണ്ട് എഫക്ട്സിലൊക്കെ അത് കളിച്ചപ്പോൾ ഭയങ്കര രസമായിട്ട് തോന്നി. അപ്പോൾ അത് ഭയങ്കര ഇൻസ്പയറിങ് ആണ്. ലാസ്റ്റ് ആ ഗേറ്റ് അമ്മയെ വീടിന് പുറത്താക്കിയിട്ടിരിക്കുന്ന സീനൊക്കെ ലാസ്റ്റ് മിനിറ്റ് റിവീൽ ചെയ്യുന്ന സാധനം, ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു സാധനങ്ങൾ. പിന്നെ ആ ക്യാരക്ടർ നമ്മൾ കുറേ ഡീറ്റെയിലിംഗ് വെച്ചിട്ടായിരുന്നു. ഇവർ വീട്ടിൽ നടക്കുന്ന പ്രശ്നങ്ങൾ പുറത്തറിയാൻ പാടില്ല, ഈ വീട്ടിലൊരു പ്രശ്നം ഉണ്ടെന്ന് ചുറ്റുള്ള ആർക്കും അറിയാൻ പാടില്ല എന്നുള്ളതാണ്. ഭയങ്കര സോഫ്റ്റായിട്ട് സംസാരിക്കുള്ളൊരു, ബഹളം വയ്ക്കില്ല രണ്ടുപേരും. അപ്പം അങ്ങനെയൊക്കെ നമ്മൾ അപ്പം അങ്ങനെയുള്ള വീടുകൾ ചുറ്റുമുണ്ട്. കണ്ടാൽ ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കും, എന്നാൽ ഉള്ളിൽ ഭയങ്കര ഒരു വോൾക്കാനോ ഫീലുള്ള വീടുകളുണ്ട്. അപ്പം അത് ഭയങ്കര ഇൻസ്പയറിങ് ആയിരുന്നു ശരിക്കും. അത് എത്ര എടുത്തിട്ട് നമുക്ക് മതിയാവുന്നില്ല, ഒരുപാട് സീൻസ് വന്നുകൊണ്ടിരുന്നു.
അപ്പോൾ ഞാൻ ഈ പോസ്റ്റ് ടൈമിൽ അതിനെക്കുറിച്ച് കൂടുതൽ ആലോചിച്ചപ്പോൾ ആ ലേഡിയുടെ പെർസ്പെക്റ്റീവിൽ ഞാൻ കുറച്ച് ആലോചിക്കാൻ തുടങ്ങി. ഓക്കെ. അങ്ങനെയാണ് ഈ ജയ എന്നുള്ള സാധനം വരുന്നത്. ഈ ഫൈറ്റ് സാധനങ്ങൾ എൻ്റെ ഓൾറെഡി ഉണ്ട് ഒരു സിനിമയ്ക്ക് ചെയ്യാൻ. അപ്പോൾ ഇത് രണ്ടും കൂടെ ക്ലബ്ബായപ്പോൾ എനിക്കൊരു ഡീറ്റെയിൽ കിട്ടി. അപ്പോൾ അത് വെച്ചിട്ട് പിന്നെ ഈ അന്താരാഷ്ട്ര പോസ്റ്റ് ടൈമിലാണ് എനിക്ക് കുറച്ചുകൂടി കോൺഫിഡൻസ് ആയി ഇനി അടുത്ത പടം എനിക്ക് കിട്ടും, അല്ലെങ്കിൽ ഇതിൻ്റെ ലാസ്റ്റ് പടം കൊണ്ടാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ ടൈമിൽ എനിക്ക് തോന്നി എന്നാൽ പിന്നെ വർക്ക് ചെയ്യുക, ഒന്നുകൂടെ വർക്ക് ചെയ്യുക എന്നുള്ള രീതിയിൽ അത് വർക്ക് ചെയ്ത് അങ്ങ് എഴുതി തുടങ്ങിയ സമയത്ത് ഓൾമോസ്റ്റ് എത്തിയപ്പോൾ ഈ ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ തപ്പടൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ കുറച്ച് പാനിക്കായി. എന്നിട്ട് നമ്മളത് ഈ പറഞ്ഞ പോലെ വേറൊരു സിനിമ വരുമ്പം പാനിക്കാവുമെങ്കിലും നമുക്ക് വേറെ റൂട്ടിൽ പോകണം, സിനിമ ഉണ്ട് അവിടെ എന്നുള്ള ഉറപ്പാണ്. അപ്പോൾ അത് നമ്മളൊരു ബ്ലോക്ക് ആവണമെങ്കിൽ എൻ്റെ ഒരു മനസ്സിൽ എപ്പോഴും ഞാൻ പറഞ്ഞത് ഈ ബ്ലോക്ക് ആണെങ്കിൽ ഇതൊരു മതിലാണ്, ഇതിനപ്പുറത്ത് വലിയൊരു സമുദ്രമോ വലിയൊരു എന്താ പറയുക വലിയൊരു ഗ്രൗണ്ടോ എന്തൊക്കെയുണ്ട് ഇതിനപ്പുറത്ത്, നമ്മൾ പോകാത്തതുകൊണ്ടാണത്. അപ്പോൾ ഈ ബ്ലോക്കും ബ്രേക്ക് ചെയ്ത് നമുക്ക് നല്ല സാധനം കിട്ടും എന്നുള്ള ഉറപ്പാണ്. കാര്യം ആരും പോകാത്തതുകൊണ്ടാണ് നമുക്ക് ഈ ബ്ലോക്ക് വരുന്നത്. നമ്മളിതിനും കണ്ടിട്ടും കേട്ടിട്ടും ചിരിച്ചിട്ടും ഇല്ലാത്തതുകൊണ്ടായിരിക്കും നമുക്ക് ഈ ബ്ലോക്ക് എന്നുള്ള സാധനം വരുന്നത്. ബ്ലോക്ക് ഇല്ലെങ്കിൽ അതിൻ്റെ അർത്ഥം നമ്മൾ ഇതേതോ കണ്ട സിനിമയുടെ റൂട്ടിൽ നമ്മൾ പോവുകയാണെന്നാണ്. അപ്പം ആ ബ്ലോക്ക് ബ്രേക്ക് ചെയ്തപ്പോഴത്തേക്കും പിന്നെ അത് ഈസി ആയിട്ട് പോകും. ഇപ്പോൾ ജയയിൽ കൊല്ലം കാണിക്കുന്നത്, ഇപ്പോൾ അധികം സിനിമയിലൊന്നും നമ്മളധികം കൊല്ലം കണ്ടിട്ടില്ല. ഇപ്പോൾ വളരെ കുറച്ച് സിനിമകളിൽ എനിക്ക് തോന്നുന്നുണ്ടായിട്ടുണ്ട്. ഞാനും കൊല്ലത്തുനിന്നായതുകൊണ്ട് എനിക്ക് ഭയങ്കരമായിട്ട് കണക്ട് ചെയ്യാനും പറ്റി. അവരുടെ വർത്തമാനവും അവരുടെ സംസാര രീതിയും അതൊക്കെ അവിടെ തന്നെ പ്ലേസ് ചെയ്യണം എന്നുള്ളൊരു കോൺഷ്യസ് ഡിസിഷനായിരുന്നു. എനിക്ക് കൊല്ലത്ത് കുറച്ച് റിലേറ്റീവ്സ് ഉണ്ട്. പിന്നെ എനിക്ക് തിരുവനന്തപുരത്ത് നിന്ന് ഈ പറഞ്ഞ പോലെ അടുത്താണ്, എനിക്ക് കുറച്ച് ലാംഗ്വേജും കാര്യങ്ങളൊക്കെ അറിയാം. പിന്നെ പക്കാ തിരുവനന്തപുരം പിടിക്കണമെന്നുള്ള ഡൗട്ടുണ്ട്. തിരുവനന്തപുരം ഓൾറെഡി കുറേ പ്രാവശ്യം യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ കശുവണ്ടി മെയിൻ ഫാക്ടർ. അപ്പോൾ കശുവണ്ടി ഷോർട്ട് ലിസ്റ്റ് ചെയ്തപ്പോൾ കണ്ണൂരും കൊല്ലമാണ് എനിക്ക് കിട്ടിയത്. അത് കണ്ണൂർ എനിക്ക് ഒരു ഐഡിയ ഇല്ല. കണ്ണൂർ എങ്ങനെയാണ് ആളുകൾ സംസാരിക്കുന്നത്, ജീവിക്കുന്നത്, ജീവിത രീതി ഒന്നുമില്ല. ഞാൻ അവിടെ പോയി ഒരു 6 മാസമൊക്കെ നിന്ന് എന്തെങ്കിലും എനിക്ക് ഫ്രണ്ട്സ് ഇല്ല അവിടെ. അപ്പം അതുകൊണ്ട് എനിക്ക് കണ്ണൂർ ഭയങ്കര ഡൗട്ടായിരുന്നു. പിന്നെ കണ്ണൂരുള്ളവർ നന്നായിട്ട് പടം ചെയ്യുന്നുണ്ട് ഓൾറെഡി അവരുടെ ഭാഷയിൽ. അപ്പം ഞാൻ അറിയാത്ത ഭാഷയെ പോയിട്ട് ചെയ്യുന്നതിനേക്കാൾ ഞാനിപ്പോഴും സൗത്ത് കേരള വിട്ട് പിടിച്ച് സിനിമ ചെയ്യുന്നത് അവിടെ നന്നായിട്ട് അവർ പടം ചെയ്യുമ്പോൾ അവരുടെ കൾച്ചർ അവർക്ക് അറിയാം. അപ്പോൾ എൻ്റെ കൾച്ചർ എനിക്ക് നന്നായിട്ട് അറിയാം. കൊല്ലം, തിരുവനന്തപുരം, പത്തനംതിട്ട എന്ന് പറഞ്ഞാൽ എനിക്ക് വൃത്തിയായിട്ട് അറിയാം. അപ്പം എന്നാൽ പിന്നെ ആദ്യം തന്നെ പിടിക്കാന്നുള്ള രീതിയിൽ കൊല്ലം പിടിച്ചാണ്. പിന്നെ കോറേറ്റർ കൊല്ലം തിരുവനന്തപുരം ബോർഡർ. അപ്പോൾ അവനെ ആഡ് ചെയ്ത് തന്നെ മെയിനായിട്ട് ഈ കൊല്ലം കൾച്ചർ അവരുടെ ജീവിത രീതികളൊക്കെ അറിയാനായിട്ട്. അപ്പോൾ അവനാണ് എൻ്റെ ഒരു ഡീറ്റെയിലിംഗ് എടുക്കാൻ ഞാൻ കൂടുതൽ യൂസ് ചെയ്തത്. അപ്പോൾ അവനത് കൃത്യമായിട്ട് ചെയ്യുകയും ചെയ്തു. ആക്ടേഴ്സിനെയും അവിടെ നിന്ന് തന്നെയാണ് ഇപ്പോൾ പുതിയ വന്നവരെ? അതെ, ഞാൻ കൂടുതൽ പേരെയും കൊല്ലം, പത്തനംതിട്ട, ആ ഭാഗത്ത് തന്നെ എടുത്തു. കാര്യം അവർക്ക് ആ സാധനം കിട്ടും വളരെ നാച്ചുറൽ ആയിട്ട്. അതെ, നമ്മൾ അറിയാതെ തന്നെ കുറേ സാധനം നമുക്കും കിട്ടിയിട്ടുണ്ട്. നമ്മൾ ചില സാധനങ്ങൾ യൂസ് ചെയ്യുന്ന മെറ്റീരിയൽസ് ഒക്കെ കൊല്ലത്തുള്ളവർ പറഞ്ഞു ഇത് കറക്റ്റ് നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന സാധനമാണെന്ന് പറയുന്നത്. നമ്മളെ ഭയങ്കര റിലേറ്റബിൾ ആയിരുന്നു. കുറേ കാര്യം വിളിക്കുന്ന തൊട്ട് ഗ്ലാസ്സിൽ ചായ കുടിക്കുന്ന ഗ്ലാസ് നമ്മൾ ഈ പെണ്ണ് കാണാൻ വരുമ്പോഴേക്ക് അതൊരു കുതിരയുടെ ലോകയുള്ള ഗ്ലാസ്സാണ്. നമ്മൾ ഏതൊരു ഗ്ലാസ് വെച്ചിട്ട് നമുക്ക് പെട്ടെന്നൊരു നല്ല ഗ്ലാസ്സാണെന്ന് വെച്ചിട്ട് ചെയ്തതാണ്. പക്ഷേ പ്രശ്നം എന്ന് പറഞ്ഞാൽ അത് എല്ലാ വീട്ടിലും ഇതുപോലെ ഗസ്റ്റ് വരാൻ വെച്ചിരിക്കുന്ന കൊല്ലത്തുള്ള സ്പെഷ്യൽ ഗ്ലാസ്സാണെന്ന് നമുക്കറിയില്ല. അത് ശരിക്കും അതങ്ങ് സംഭവിച്ചതാണ്. അപ്പം അങ്ങനത്തെ കുറേ സാധനങ്ങൾ അവിടെ ചെന്നപ്പം അവിടുത്തെ സാധനങ്ങൾ യൂസ് ചെയ്യുന്നതുകൊണ്ട് ഇപ്പോൾ കോസ്റ്റ്യൂം ആണെങ്കിൽ നമ്മൾ പോത്തീസോ കല്യാണം ഇല്ലെങ്കിൽ നമ്മൾ അങ്ങനത്തെ ബ്രാൻഡ് ഓൾ കേരളമുള്ള ബ്രാൻഡിൽ നിന്നും എടുക്കാൻ സമ്മതിച്ചില്ല. നമ്മൾ കൊല്ലത്തുള്ള സ്ഥിരം ചെയ്യുന്ന അവിടുത്തെ കുഞ്ഞു കുഞ്ഞു കടകൾ, ആളുകൾ പോകുന്ന കടകളിലൊക്കെ പോയി അവിടെ നിന്നുള്ള കോസ്റ്റ്യൂംസും മെറ്റീരിയൽസൊക്കെ നമ്മൾ പർച്ചേസ് ചെയ്ത്. അപ്പോൾ അതും അതിൻ്റെ ഒരു അപ്പോൾ നമ്മൾ അങ്ങനത്തെ ഒരു ഇപ്പം സ്ഥിരം കാണുന്ന ബ്രാൻഡുകളൊന്നും അതിനകത്ത് ഉണ്ടായില്ല. അതൊരു കാര്യമായി. അപ്പോൾ അങ്ങനെ മൊത്തത്തിൽ നമ്മളൊരു പ്ലാൻ ഉണ്ടാക്കി ഇപ്പോൾ അത് സെറ്റായെന്നാണ് മതി. ഇപ്പോൾ ജയ പറയുന്ന ഒരു വളരെ സീരിയസ് സബ്ജക്റ്റാണ്. ആ സമയത്താണെങ്കിലും നമ്മൾ കോവിഡും ഒക്കെ കഴിഞ്ഞിട്ടിരിക്കുമ്പോൾ എല്ലാം കുറേ അധികം ഡാർക്ക് സിനിമകളും, ബിബിൻ്റെ തന്നെ അന്താക്ഷരിയും വളരെ ഡാർക്ക് സ്പേസിലുള്ള ഒരു സിനിമയായിരുന്നു. അപ്പോൾ അതിൽ ഈ കോമഡി ഇൻഫ്യൂസ് ചെയ്ത് പറയാമെന്നുള്ളൊരു തീരുമാനം ആദ്യം പോലെ ഉണ്ടായിരുന്നതാണോ, അതോ ഈ സബ്ജക്റ്റ് നേരത്തെ പറഞ്ഞ പോലെ ആ ഒരു ബോബൻ സാമുവലിൻ്റെ ക്യാരക്ടറിന് അവിടെ നിന്ന് കോമഡി തന്നെ ആണോ ആദ്യം കിട്ടിയത്, അതോ ഈ കോർ സബ്ജക്റ്റ് ആണോ ആദ്യം കിട്ടിയത്? എങ്ങനെയാണ് കോമഡിയിലൂടെ ഇത് പറയാം എന്നുള്ളൊരു തോട്ട് വന്നത്? കോർ സബ്ജക്റ്റിനാണ് ആദ്യം കിട്ടിയത്. സീരിയസ് ആയിട്ട് എഴുതി ഫുൾ സ്ക്രിപ്റ്റ് എഴുതി ഒരു 6-7 മാസം എടുത്ത് എഴുതി ലോക്ക് ചെയ്ത് വായിച്ചിട്ട് ഞങ്ങൾക്ക് തന്നെ വർക്കായില്ല. ഈ പടം കാണുന്നത് നമുക്കിന് തോന്നി. എനിക്കിത് കാണുന്നൊന്നുമില്ല, പിന്നെ നാട്ടുകാരെ നിർബന്ധിച്ച് കാണിക്കാൻ പറ്റുള്ളൂ എന്ന് സാധനം ഉണ്ടായി. അന്ന് രാത്രി നമ്മൾ ആ സ്ക്രിപ്റ്റ് മൊത്തം ഡംപ് ചെയ്തു. എന്നിട്ട് പിറ്റേ ദിവസം മുതൽ 1 എഴുതാന്നുള്ള തീരുമാനമായി. അപ്പോൾ ഞാൻ പറഞ്ഞു നമുക്കിത് ചെയ്യുന്നെങ്കിൽ ഇത് തിയേറ്ററിൽ വർക്കാവണം. പ്രത്യേകിച്ച് ഈ ഞങ്ങൾ ഓരോ മൂഡായിരുന്നല്ലോ കുറച്ച് കാലം. ആ റിയലിസ്റ്റിക് മൂഡ് ഉണ്ടായിരുന്നപ്പോൾ അന്താക്ഷരിയുടെ എഴുത്തിൽ അങ്ങോട്ട് മാറിയത്. അപ്പോൾ ഇനി ആളുകൾ അത് കാണാൻ താല്പര്യപ്പെടില്ലെന്ന് തോന്നി. ആ സമയത്തല്ല, നേരത്തെ തോന്നി നമുക്ക്. അപ്പം കുറച്ച് അങ്ങനെ പ്രകൃതി പടങ്ങളുടെയൊക്കെ പേരിലൊക്കെ വന്നു തുടങ്ങിയപ്പോൾ തന്നെ മനസ്സിലായി ചിലതൊന്നും വർക്കാവില്ല. പിന്നെ ഈ ഗ്രേറ്റ് കിച്ചൺ ഓൾറെഡി വന്നു, നല്ല രീതിയിൽ വർക്കായി, നല്ല രസമുള്ള സിനിമയായിരുന്നു അത്. അപ്പോൾ അതുകൊണ്ട് പിന്നെ അതിൻ്റെ കൂടെ പിടിച്ചിട്ട് നമ്മൾ കൺഫ്യൂഷൻ ആകണ്ടെന്ന് വെച്ചിട്ട് ക്യാരക്ടേഴ്സിനൊക്കെ റീവർക്ക് ചെയ്യാൻ തുടങ്ങി. ഇപ്പോൾ രാജേഷിൻ്റെ ജോലി ഇതല്ലായിരുന്നു ആദ്യം. രാജേഷ് ഇല്ലെങ്കിൽ അമ്മ ഇങ്ങനെയല്ലായിരുന്നു, അനിയണ്ണൻ ഇങ്ങനെയല്ലായിരുന്നു. അനിയണ്ണൻ എന്നുള്ള ക്യാരക്ടർ ഇല്ലായിരുന്നു, ഭയങ്കര സീരിയസ് ക്യാരക്ടറായിരുന്നു. അപ്പോൾ അങ്ങനെ
മാറ്റി എഴുതാൻ തുടങ്ങി. ആളുകളുടെ സ്വഭാവം, ആളുകൾ രജിസ്റ്റർ ചെയ്യുന്ന രീതികളൊക്കെ മാറ്റാൻ തുടങ്ങി. അപ്പോൾ എല്ലാത്തിലും കുഞ്ഞു കുഞ്ഞു എലമെൻറ്റ്സ് ആടി പിന്നെ അത് വലുതാക്കി അങ്ങനെ പിന്നെ അത് കോമഡിയിലോട്ട് എത്തിക്കുകയാണ് ചെയ്തു. ആ രണ്ടാമത്തെ എഴുതിലും കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ അതിന് എൻ്റർടൈനർ എന്നുള്ള ഫാക്ടർ വെച്ചിട്ടാണ് എഴുതുന്നത്. അപ്പം ആ കണ്ടന്റ് അവിടെ ഇരിപ്പുണ്ട്, അതിന് പുറമെ ഇതും കൂടെ ആഡ് ഓൺ ചെയ്തു. അപ്പം അത് ആദ്യമേ അതല്ല ഈ സ്റ്റേജിൽ വന്നതാണ്. എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഒരു സീരിയസ് സബ്ജക്റ്റ് സീരിയസ് ആയിട്ട് പറയുമ്പോൾ കിട്ടുന്നതിനേക്കാളും കൂടുതൽ ഇമ്പാക്റ്റ് ഇങ്ങനെ ഒരു എൻ്റർടൈനിങ് ഫോർമാറ്റിൽ പറയുമ്പോൾ അവർക്ക് ആ മെസ്സേജും കിട്ടും, അവർ എൻ്റർടൈൻഡും ആവും എന്നുള്ളൊരു തോട്ടായിരിക്കുമല്ലേ? അതെ, ബേസിക്കലി ഞാൻ സ്ക്രിപ്റ്റ് എഴുതിയിട്ട് ആ സിനിമയെ ഞാൻ കുറച്ചു കാലം വച്ചിരിക്കും. ഒരു സമയം, അന്നൊക്കെ സമയം ഉണ്ടായിരുന്നു വച്ചിരിക്കും, പടം നടക്കാനും കുറച്ച് സമയം എടുക്കില്ല. അപ്പം ആദ്യത്തെ ഒരു മാസം ഞാനിന്ന് ആലോചിക്കുന്നത് എങ്ങനെ പ്രസൻറ്റ് ചെയ്യണം, ഹൗ ടു ഡീൽ വിത്ത് ഇറ്റ് എന്നുള്ള പ്ലാൻ എപ്പോഴും ഉണ്ട് മനസ്സിൽ. ഞാൻ പറയില്ല, ആ ഒരു അന്താക്ഷരി ടൈം മുതലാണ് എനിക്ക് അങ്ങനെ തോന്നാൻ തുടങ്ങി. ആളുകൾക്ക് എങ്ങനെ ഇഷ്ടപ്പെടുത്തണം, ആളുകൾ എങ്ങനെ ഇത് പടം കാണണം, എന്താണ് നമ്മൾ കാണിക്കേണ്ടത്, എന്തൊക്കെ മാത്രം ആളുകൾ കണ്ടാൽ മതി, എന്തൊക്കെ കാണിക്കണ്ട, ഇങ്ങനത്തെ സാധനത്തിന് വേണ്ടി ഞാൻ ഒരുപാട് സമയം കളഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതായിരിക്കും ചിലപ്പോൾ ഈ സിനിമയുടെ ക്രൂഷ്യൽ പോയിന്റ്. അപ്പോൾ ആളുകൾ കാണിക്കാൻ വേണ്ടി ആ സാധനങ്ങൾ വൃത്തിയായിട്ട് നോക്കിയും അത് നമ്മൾ ഉദ്ദേശിച്ച സാധനം മാത്രം നമ്മൾ കാണിച്ചിട്ടുള്ളൂ എന്നുള്ള സാധനത്തിൽ കൊണ്ടുപോയി. അപ്പം അതെപ്പോഴും ഒരു എൻ്റർടൈനിങ് ഫാക്ടറിലോട്ട് എപ്പോഴും ചെന്ന് നിൽക്കും. നമ്മൾ ഈ ആളുകളെ കാണിക്കണം എന്ന് വിചാരിക്കുന്നിടത്ത് എൻ്റർടൈനിങ് എന്നുള്ള സാധനത്തിൻ്റെ നിൽക്കും. ഇപ്പം നമ്മൾ ഗുരുവായൂർ ചെയ്യുമ്പോഴും ഗുരുവായൂരും ഇതുപോലെ പല കാലഘട്ടങ്ങൾ എഴുതി വന്നാണെങ്കിൽ നമ്മളത് ആളുകൾ എന്ത് കാണണം, എങ്ങനെ കാണണം എന്നുള്ളൊരു സാധനം നമ്മൾ കുറച്ച് കാലം ആലോചിച്ചിട്ടാണ് എഴുതുന്നത്. എൻ്റെ ഒരു അടുത്ത ഘട്ടത്തിലേക്ക് നമ്മൾ പ്രീയിലേക്കോ അല്ലെങ്കിൽ ഷൂട്ടിലേക്കോ കടക്കുന്നത്. ഇപ്പോൾ ആമിർ ഖാൻ പ്രൊഡക്ഷൻസ് ഏറ്റെടുത്തു, അവർ ഹിന്ദിയിൽ റീമേക്ക് ചെയ്യുന്നു എന്നൊക്കെയുള്ള വാർത്തകളൊക്കെ വന്നിരുന്നു. അതിൻ്റെ ഇപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ലാപ്പത്ത ലേഡീസിൽ അതുപോലെ അതിലൊരു വളരെ എൻ്റർടൈനിങ് ആയിട്ടുള്ളൊരു സീനിൻ്റെ അതേപോലെ ഒരു ചെറിയൊരു സാധനം അതിലും കണ്ടിട്ടുണ്ടായിരുന്നു. ഏകദേശം ആ ഒരു മെസ്സേജ് പറയുന്ന ഒരു രീതിയിൽ, പക്ഷെ വളരെ ഹ്യൂമറസ് ആയിട്ട്. അപ്പോൾ എന്താണ് അതിൻ്റെ ഒരു സ്റ്റേറ്റസ്, എന്താണ് അത് എനിക്കൊന്ന് ആ സമയത്ത് അവർക്കും ഇത് ഭയങ്കര കോയിൻസിഡൻസ് ആയിട്ട് തോന്നി. അവർ ആ സിനിമ അന്ന് ഇറങ്ങിയിട്ടില്ല. അപ്പം അതുകൊണ്ടാണ് അവർ ആ സിനിമ എടുത്തതും ഇപ്പം നമ്മളെ വിളിപ്പിച്ചതും. ഞാനെന്നിട്ട് എൻ്റെ കുറച്ച് സീനിലെ കുറച്ച് ഭാഗങ്ങൾ പുള്ളിയായിട്ട് കാണുകയൊക്കെ ചെയ്തു. അപ്പം എനിക്കൊന്ന് എക്സാക്റ്റ് ആ കല്യാണ സീനൊക്കെ അതുപോലെ തന്നെ ഉണ്ട്, കരയുന്ന സീനൊക്കെ. അപ്പം അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഒക്കെ ഏതാണ്ട് ഇതുപോലെയൊക്കെ തന്നെയായിരുന്നു, കുറച്ച് സർക്കാസ്റ്റിക് മൂടൊക്കെ ആയിരുന്നു. അപ്പോൾ അവർ ഒന്നീ ബാക്ക്ഗ്രൗണ്ട് സ്കോർ മാറ്റണം, ഇല്ലെങ്കിൽ എൻ്റെ വിഷ്വൽ മാറ്റണം എന്നുള്ള പ്ലാൻ, അങ്ങനെ ഡിസ്കഷനൊക്കെ അവിടെ ഉണ്ടായി. അപ്പം അവിടെ തന്നെ അത് എന്താ പറയുക, രണ്ട് ടെറൈനിൽ രണ്ട് രീതിയിലായിട്ട് പോലും ആ സബ്ജക്റ്റ് ഒരുപോലെ കണക്ട് ആവുന്നുള്ള സാധനം അവർക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പം അതൊക്കെ എന്തായാലും പ്രൊഡ്യൂസ് ചെയ്യണം എന്നുള്ള സാധനത്തിലോട്ട് അപ്പം തന്നെ എത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ അത് അവർ എൻ്റെ പേപ്പർ വർക്കുകൾ നടക്കുകയാണ്. അപ്പോൾ അത് റീമേക്ക് അവിടെ തന്നെ അവർ ചെയ്യുന്നതാണ്. ഞാനുണ്ടാവില്ല, കാര്യം നമുക്കിവിടെ കുറച്ച് കമ്മിറ്റ്മെൻറ്റ്സ് ഉണ്ട്. പിന്നെ അവിടെ ഓൾറെഡി ചെയ്തൊരു സിനിമ വീണ്ടും പോയി ചെയ്യുന്നതിന് ഇല്ലെങ്കിൽ വേറൊരു രീതിയിൽ ചെയ്യണം. ഇപ്പം ഞാൻ ഇപ്പം ചിലപ്പോൾ അന്താക്ഷരി ഞാൻ തമിഴ് ചെയ്യും, അപ്പോൾ അത് വേറൊരു ആക്ടർ വെച്ചിട്ട് വേറൊരു രീതിയിൽ ഈ പറഞ്ഞ കുറച്ചുകൂടി കൊമേഴ്ഷ്യലൈസ് ചെയ്തൊക്കെ ചെയ്യാനുള്ള പ്ലാനിലാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഞാൻ അത് ചെയ്യും. ഇതേപോലെ ചെയ്യാനാണെങ്കിൽ ഇപ്പം നമുക്കത് ചെയ്യാൻ ബുദ്ധിമുട്ടുമായിരിക്കും. നമ്മൾ ചെയ്ത സാധനം തന്നെ നമുക്ക് അങ്ങോട്ട് മാറ്റി ചെയ്യാൻ ചിലപ്പോൾ പറ്റില്ല അവിടുത്തെ കൾച്ചർ വെച്ചിട്ട്. അപ്പം അതുകൊണ്ട് മാത്രം ഞാനതിന് മാറിയതാണ്. സുപ്രിയ മാഡം അവർക്ക് ജയയും അന്താക്ഷരിയും ഭയങ്കര വർക്കായ സിനിമയാണ്. അപ്പോൾ പുള്ളിക്കാരിക്ക് എന്തായാലും നമ്മളോട് ഒരു പടം ചെയ്യണം എന്നുള്ള പറയുന്നുണ്ടായിരുന്നു. അപ്പം രാജുവിനോട് പറഞ്ഞത് നമുക്ക് ഈ പടം എന്തായാലും ചെയ്യണം എന്നുള്ളതാണ്. അപ്പോൾ രാജുവിന് കഥ കേൾക്കാം, അങ്ങനെ വിളിച്ച് കഥ കേട്ടപ്പോൾ രാജുവിന് ആ ക്യാരക്ടർ ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പം രാജുവിൻ്റെ ഇതിൽ ജയ പോലത്തെ ഒരു സിനിമ ചെയ്ത ഒരാളുടെ ഒരു രസമുള്ള സിനിമ എന്നുള്ള മൂഡിൽ പുള്ളി ചില്ല് ചെയ്യണം എന്ന് വിചാരിച്ചിട്ട് വന്ന് എൻ്റെ അടുത്ത് എപ്പോഴും പറയുന്ന കാര്യമാണ്, ഞാനിവിടെ വന്ന് ചില്ല് ചെയ്യാനാണ്, എന്നെ ഒന്നും ഡിസ്റ്റർബ് ചെയ്യരുത്, ഞാൻ വരുന്നു അഭിനയിക്കുന്നു പോകുന്നു, ഞാനിവിടെ ചില്ല് ചെയ്യാൻ. എൻ്റെ പുള്ളി എമ്പുരാൻ്റെ ടെൻഷനൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഗ്യാപ്പിലാണ് എനിക്ക് വരുന്നത്. അപ്പോൾ രാജുവൊക്കെ ലാസ്റ്റ് മിനിറ്റാണ് എത്തുന്നത്. അപ്പോൾ രാജു അടുത്ത് ഞാൻ കഥ പറയുമ്പോൾ ഓൾറെഡി ബേസിൽ ഫിക്സ്ഡ് ആണ്. അപ്പം രാജു ആ ക്യാരക്ടർ ഓക്കെ എന്ന് പറഞ്ഞപ്പോൾ തന്നെ നമ്മൾ സമാധാനമായി. ചിലപ്പോൾ രാജു ഒറ്റ സൈഡായിരിക്കും പിടിക്കുന്നതെന്നൊരു പേടിയുണ്ടായിരുന്നു. അതെന്തായാലും രാജുവിന് സൂട്ടല്ലെന്ന് രാജുവിന് അറിയാം. പക്ഷേ രാജു അത് ഈ ക്യാരക്ടറാണ് നല്ലതെന്നുള്ള രീതിയിൽ മാറി പിടിക്കുകയും ചെയ്തു. അപ്പോൾ രാജുവിന് ചെയ്യാൻ പറ്റുന്നൊരു ഫ്ലേവറിലോട്ട്, അല്ലെങ്കിൽ രാജു ചെയ്തിട്ടില്ലാത്തൊരു ഫ്ലേവറിലോട്ടും നമ്മളത് കൊണ്ടെത്തിക്കുകയാണ് ചെയ്തത്. അപ്പോൾ ആദ്യമൊക്കെ നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാവും, ഇതെങ്ങനെ. പ്രത്യേകിച്ച് ഞാൻ രാജുവായിട്ട് വർക്ക് ചെയ്തിട്ടില്ല, ഒരു സ്റ്റാറുമായിട്ട് വർക്ക് ചെയ്തിട്ടില്ല, ഒരു സൂപ്പർ സ്റ്റാറുമായിട്ട് ഞാൻ വർക്ക് ചെയ്തിട്ടില്ല. അപ്പോൾ ഡേ 1 തന്നെ എനിക്ക് ആ കൺഫ്യൂഷൻ ഉണ്ട്, രണ്ടാം ദിവസം പുള്ളീൻ്റെ അടുത്ത് പുറത്ത് കളയോ എന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ രണ്ടാം ദിവസം പുള്ളി, മൂന്നാം ദിവസം പോലും പുള്ളി നമ്മളോട് സിങ്കായി, നമ്മളെ കൂടെ ഇരിക്കാൻ തുടങ്ങി, തമാശ പറയാൻ തുടങ്ങി. പിന്നെ ഇവിടുന്ന് മാറി ഇരുന്ന കളിയാക്കുന്നുള്ള ഫീൽ പുള്ളിക്ക് തന്നെ മനസ്സിലായി തുടങ്ങി. പിന്നെ ഇവിടെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും കളിയാക്കുന്ന, നമ്മൾ ഇപ്പോൾ ബേസിലാണെങ്കിൽ ഞാനാണെങ്കിലും നിഖില, അനശ്വര, അല്ലെങ്കിൽ സിജു, അവരെല്ലാവരും നമുക്ക് അറിയാവുന്ന ആൾക്കാരുണ്ട്. ഈ തമാശ കളിയാക്കൽ പരിപാടി നമ്മൾ ഫുൾ ടൈം കൊണ്ടുപോകുന്നുണ്ട്. പുള്ളിക്കാരൻ ജോയിൻ ചെയ്യാൻ തുടങ്ങി. ഇതിവിടെ വരുമ്പോൾ ഗുരുവായൂർ ദീപു തന്നെ എഴുതിയ സ്റ്റാർട്ടിങ് ടു എൻ്റെ എഴുതിയ ഒരു കഥയാണ്, ഒരു സ്ക്രിപ്റ്റാണ്. അതിൽ ഞാനും കൂടെ ഇരുന്നിട്ട് പിന്നെ റീവർക്ക് ചെയ്ത് വിപിനെ അപ്രോച്ച് ചെയ്യായിരുന്നു. എങ്ങനെയാണിത്? ഇത് ഞങ്ങൾ
15-16 മുതൽ ഇത് ചെയ്യാനുള്ള ശ്രമങ്ങൾ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പല കാരണങ്ങൾ കൊണ്ടും അന്നത്തെ ബഡ്ജറ്റ്, പിന്നെ അന്ന് നമ്മൾ അത്രയും കേപ്പബിൾ അല്ല ഇങ്ങനെ വലിയ പടം എടുക്കാൻ.